ഗലാത്യ ലേഖനം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ട് വിളിച്ചു ഘോഷിക്കുന്ന ഒരു ലേഖനമാണല്ലോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ 5-ാം വാക്യം വരെ 4-ാം അധ്യായത്തിന്റെ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വരെ കവർ ചെയ്തായിരുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ ഓർപ്പിക്കുന്നത് ഒരു കാലത്ത് നമ്മൾ അടിമകളായിരുന്നു. എന്നാൽ ആ അടിമത്വത്തിൽ നിന്ന് നമ്മൾ പുത്രത്വവും അതിൻ്റെ റൈറ്റ്സ് എല്ലാം പ്രാപിച്ചിട്ടുണ്ട്. പ്രത്യേകം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഗലാത്യ ലേഖനം ഓർപ്പിക്കുന്നത് ഒരു ധനികന്റെ വീട്ടിലുള്ള കുട്ടികൾ സ്ലേവ് ടീച്ചറിന്റെ കൈക്കീഴിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ആ കുടുംബത്തിലുള്ള അടിമയ്ക്കുള്ള സ്വാതന്ത്ര്യം പോലും ഈ കുട്ടികൾക്കില്ലായിരുന്നു. അതുമായിട്ട് തുലനം ചെയ്ത ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, പഴയ നിയമത്തിൽ ന്യായപ്രമാണ യുഗത്തിൽ വിശ്വാസികൾ അടിമകളെ പോലെ ആയിരുന്നു. എന്നാൽ 6-ാം വാക്യം പിന്നെയും ഓർപ്പിക്കുന്നത്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഈ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് അത് ഈ യുഗത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തിന്റെ യുഗങ്ങളുടെ കാര്യപരിപാടി പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: സഭായുഗം പോലെ ഒരു യുഗമില്ല. ഇത് വളരെ പ്രത്യേക ഒരു യുഗമാണ്. ഈ യുഗത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നാം എല്ലാ ആത്മാവിനെ പാനം ചെയ്തു എന്ന് പറയുമ്പോൾ, പാനം ചെയ്യുമ്പോൾ വെള്ളം നമ്മുടെ ഉള്ളിൽ പോകുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നു. ആ അധിവസിക്കുന്നതിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ അധിവസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ അധിവസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പിതാവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനെ അബ്ബാ പിതാവേ എന്നാണ് പരിശുദ്ധാത്മാവ് അഭിസംബോധന ചെയ്യുന്നത്. ഇത് ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്, നമ്മളല്ല. അത് പ്രത്യേക. അപ്പൊ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളും പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാം. അബ്ബാ പിതാവേ എന്നുള്ളത് ഒരു വ്യക്തി തൻ്റെ പിതാവിനെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള വാക്കുകളായിരുന്നു. അങ്ങനെ ഈ പുതിയ നിയമത്തിൽ നമ്മുടെ സ്റ്റേറ്റസ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നു. സ്റ്റേറ്റസ് മാറിയിരിക്കുന്നു എങ്കിൽ നമ്മുടെ പ്രവർത്തനം നമ്മുടെ സ്റ്റേറ്റസിന് അനുസരിച്ചായിരിക്കണം. ഈ ഓഫീസസിലൊക്കെ ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്യുമ്പോൾ, ബിസിനസ്സിലെ അതിൻ്റെ ടോപ്പ് ഹൈറാർക്കിയെ ട്രെയിൻ ചെയ്യുമ്പോൾ, ആർമിയിൽ ട്രെയിൻ ചെയ്യുമ്പോൾ, ഓരോ പ്രൊഫഷനിലും അവരെ ട്രെയിൻ ചെയ്യുമ്പോൾ ആ പ്രൊഫഷൻ അനുസരിച്ചായിരിക്കണം അവരുടെ ബിഹേവിയർ എന്നുള്ളത് അവർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്, നമുക്കൊരു പുതിയ സ്റ്റേറ്റസ് തന്നിട്ടുണ്ട്. ആ പുതിയ സ്റ്റേറ്റസിനനുസരിച്ച് നാം പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് നാമും പിതാവിനെ അബ്ബാ പിതാവേ എന്നാ വിളിക്കുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു എങ്കിൽ നമ്മൾ ആ സർവേശ്വരന്റെ മക്കളാണെന്നുള്ളത് മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യണം.
അത് വിശ്വാസികൾക്ക് വളരെയധികം പരാജയം വന്നിട്ടുള്ള ഒരു മേഖലയാണെന്ന് ഓർപ്പിക്കട്ടെ. ഇന്ന് മാധ്യമങ്ങളിൽ ഓൾമോസ്റ്റ് എവറി ഡേ വേർപാട് സഭകളിലുള്ള ശണ്ഠ, പിണക്ക്, ഈവൻ ആക്ച്വൽ അടിപിടിയെ കുറിച്ച് നാം വായിക്കാറുണ്ട്. ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് അറിയുന്ന ഒരു വ്യക്തിക്ക് ഒരു രീതിയിലും ചേരുന്ന ഒരു കാര്യമല്ല. ദൈവം നമ്മുടെ അബ്ബ ആണ്, പിതാവാണ് എങ്കിൽ ഒരു സഭയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പിതാവ് കൈകാര്യം ചെയ്യും എന്ന് മനസ്സിലാക്കി നാം മിണ്ടാതെ നിൽക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിൽ ദൈവാത്മാവ് പറഞ്ഞതുപോലെ ബി സ്റ്റിൽ, ദൈവം തരുന്ന ആ വിടുതലിനെ വാച്ച് ചെയ്യേ. അതുപോലെ തന്നെ ഇന്ന് ക്രിസ്തു സഭയിൽ നമ്മിൽ ഓരോരുത്തരും എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നത്തെ ജഡീക രീതികളിൽ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടുകൊടുത്ത് ദൈവത്തിൽ നിന്നുള്ള പരിഹാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഞങ്ങളുടെ സഭയിൽ പ്രസംഗിക്കുന്ന ഒരു പാനലുണ്ട്. ആ പാനലിൻ്റെ ഒരു ഓർഡറുണ്ട്. ആ ഓർഡറിനനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തർക്ക് അറിയാം അവരുടെ ടേൺ എപ്പോഴാണ് വരുന്നതെന്ന്. നാളെ സപ്പോസ് ആരെങ്കിലും ഒരാൾ, ഓഫ് കോഴ്സ് എൻ്റെ സഭയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറില്ല, ആരെങ്കിലും ഒരാൾ ആ പാനലിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റുവാണ്. അവർക്ക് ഞാൻ പ്രസംഗിച്ച എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എന്നെ അങ്ങ് മാറ്റുവാണ്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവസരം തരുന്നത് ദൈവമാണ്, എടുത്തു മാറ്റുന്നത് ദൈവമാണ്. അൺഫെയർ ആയിട്ടാണ് എടുത്തു മാറ്റിയെങ്കിൽ അതിനുള്ള പരിഹാരവും ദൈവത്തിൻ്റെ കയ്യിലാണ്. കാരണം ദൈവം എൻ്റെ അബ്ബായും പിതാവുമാണെന്നുള്ളത് മനസ്സിലാക്കി ഞാൻ എൻ്റെ മറ്റ് കാര്യങ്ങൾ ഫെയ്ത്ത്ഫുള്ളായിട്ട് ചെയ്തു പോകണം. അതിന് പകരം ഫൈറ്റ് ചെയ്യുക, പൊളിറ്റിക്സ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം നമ്മുടെ അബ്ബ ആൻഡ് പിതാവായതുകൊണ്ട് നമ്മുടെ ബിഹേവിയർ അതൊരു പ്രത്യേക രീതിയിലുള്ള ബിഹേവിയർ ആയിരിക്കും. അക്കാര്യത്തിൽ നമ്മൾ ധാരാളം ആളുകൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ എവറി ഡേ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്ന് കേൾക്കുന്നത്. അത് ഇന്ന് ഈ മാധ്യമങ്ങളുടെ, ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ അതിപ്രസരത്തിന്റെ കാരണം കൊണ്ട് എവിടെങ്കിലും വേർപാടിന്റെ ഒരു മൂലയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും അറിയുന്നു. എല്ലാവരും അറിയുന്നത് കൊണ്ട് നമ്മൾ ഹൃദയം നൊന്ത് വേർപാട് സഭകൾക്ക് വേണ്ടി വിലപിക്കുകയും, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ, വരാഴിയൊന്നുമില്ല, നമുക്ക് ആർക്കും ആരുടെ ജീവിതത്തിലും പ്രശ്നം വരാം, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഞാൻ മാനുഷ ആയുധങ്ങളും കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ദൈവത്തിൽ ആശ്രയിക്കുക എന്നൊരു തീരുമാനം എവറി ഡേ നമ്മളിൽ ഓരോരുത്തരും എടുക്കേണ്ടതാണ്. ദൈവവചനം തന്നെ പറയുന്നുണ്ട് നമ്മുടെ ആയുധങ്ങൾ മാനുഷ ആയുധങ്ങളല്ല, 2 കൊരിന്ത്യരിലാണ്. ആ തീരുമാനത്തോടെ നാം മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ പോയതായിരുന്നെങ്കിൽ വേർപാട് സഭകളിൽ ഇതിനേക്കാളൊക്കെ അധികം, വളരെയധികം പീസ്, സമാധാനം ഉണ്ടായിരുന്നേനേയും എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. സോ ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് നാം വിളിക്കുവാൻ വേണ്ടി ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മുടെ അബ്ബാ പിതാവാണ്. സർവേശ്വരനും സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവം നമ്മുടെ അബ്ബാ പിതാവ് ആയതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ നാം പരിഹരിക്കാൻ നോക്കരുത് എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ പല വാക്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. അതിലൊന്നാണ് റോമർ 8:15. റോമർ 8:15. റോമർ 8:15 നാം വായിക്കുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടുവാൻ തക്ക അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഗലാത്യറിലെ പരിശുദ്ധാത്മാ അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്നു. ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നാം അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന
പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. ഇവിടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്ന ആ ആത്മാവ് നമ്മൾ പ്രാപിച്ചതുകൊണ്ട് നമുക്ക് ആ പുത്രത്വത്തിന്റെ ആത്മാവ് ലഭിച്ചു. നമുക്കും അങ്ങനെ പിതാവിനെ വിളിക്കാം എന്നുള്ള കാര്യം കുറെ കൂടെ ദൈവവചനം വ്യക്തമാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിച്ചതായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നപ്പോൾ മർക്കോസ് 14:36 കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നാം ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതിന്റെ ഒരു മാതൃകയാണ് മർക്കോസ് 14:36. മർക്കോസ് 14:36 നാം വായിക്കുന്നത്, അവൻ അബ്ബാ പിതാവേ നിനക്ക് സകലവും കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടം പോലെയല്ല നിന്റെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ദൈവം പുത്രത്വത്തിന്റെ ആത്മാവ് തന്നതുകൊണ്ടും ആ പുത്രത്വത്തിന്റെ ആത്മാവ് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പിതാവിനോട് യാചിക്കുന്നത് കൊണ്ടും അങ്ങനെ യാചിക്കുന്നത് കൊണ്ട് നാം പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് യാചിക്കുന്നത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് നമുക്കൊരു മാതൃകയാണ്. കർത്താവിന് വേണമെങ്കിൽ ആ കർത്താവിനെ ക്രൂശിക്കാൻ വന്ന എല്ലാവരെയും ഇമ്മീഡിയറ്റ്ലി ഒരു ഇൻസ്റ്റന്റ് കൊണ്ട് നശിപ്പിക്കാമായിരുന്നു. എന്നാൽ കർത്താവ് അബ്ബാ പിതാവേ നിനക്ക് സകലവും കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിൽ എൻ്റെ ഇഷ്ടം പോലെയല്ല നിന്റെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരിൽ നിന്ന് ഏത് പ്രതിസന്ധി വന്നാലും ഏത് എതിർപ്പ് വന്നു കഴിഞ്ഞാലും നാം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട മാതൃക ഇവിടെ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്നിരിക്കുകയാണ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം ഓർപ്പിക്കുന്ന ക്രിസ്തുവിലുള്ള അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്നാണ്. ആ ക്രിസ്തുവിലുള്ള മനോഭാവത്തിന്റെ ഒരു എക്സ്പ്രഷനാണ് നാം ഇവിടെ കാണുന്നത്. അബ്ബാ പിതാവേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാം പിതാവിന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചു. നാം ദൈവമക്കളാണെന്നുള്ളത് യോഹന്നാൻ 1:12 ഓർപ്പിക്കുന്നല്ലോ. നമ്മളെല്ലാം കാണാതെ പഠിക്കേണ്ട ഒരു വാക്യമാണ്. എല്ലാവർക്കും അത് കാണാതെ ഓർമ്മയുണ്ട് എന്ന് ഓർപ്പിക്കുന്നു. യോഹന്നാൻ 1:12 നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ് നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അത് തന്നെ 1 യോഹന്നാൻ 3:1 ഓർപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 നമ്മളെ ദൈവം യേശുക്രിസ്തു മുഖാന്തരം പുത്രത്വം നൽകിയിരിക്കുന്നെന്നാണ്. സോ ഈ വാക്യങ്ങളെല്ലാം കൂടെ നമ്മൾ എടുത്ത് ഒന്നിച്ചു വെക്കുമ്പോൾ ഒരു വിശ്വാസി രക്ഷയുടെ അനുഭവത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നിൽ അധിവസിക്കുന്ന അതേ സമയത്ത് തന്നെ ദൈവത്തിന്റെ മക്കളാക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധാത്മ സ്നാനത്തിൽ കൂടെ നമ്മൾ ദൈവം മക്കളായിത്തീരുന്നു. കാരണം നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുന്നു. യേശുക്രിസ്തു ദൈവപുത്രനായതുകൊണ്ട് നമ്മൾ എല്ലാവരും ദൈവ മക്കളായിത്തീരുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതിൻ്റെ എല്ലാം കാരണം കൊണ്ട് നമ്മൾ പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. നമുക്കൊരു പുതിയ ബന്ധവും നൽകിയിരിക്കുന്നു, പുതിയ ഐഡന്റിറ്റി നൽകിയിരിക്കുന്നു. ആ തനിമ നമ്മൾ ഒരു കാലത്തും മറക്കാൻ പാടില്ല. നമ്മുടെ കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ശക്തിയോടെ മറുപടി പറയണം എന്നാണ്. ദൈവവചനം ഓർപ്പിക്കുന്നത് മറുപടി പറയാൻ കഴിവുണ്ടായിരുന്ന കർത്താവായ യേശു ക്രിസ്തു പോലും അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അബ്ബാ പിതാവേ അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതേ മാതൃക നമ്മളും അനുകരിക്കണം. അത് അനുകരിച്ചതായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ കുറച്ചുകൂടെ കൂടുതൽ ആളുകൾ ആ മാതൃക അനുകരിക്കുവാണെങ്കിൽ
വേർപാട് സഭകളിൽ ഇന്ന് കാണപ്പെടുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതെയാകും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഗലാത്യ ലേഖനം 4:7 നാം വായിക്കുന്നത്, ഗലാത്യർ 4:7, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രയാകുന്നു, പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്തിനാൽ അവകാശിയാകുന്നു. വിശ്വാസികളായ നാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ പുതിയ സ്ഥാനം, ആ പുതിയ സ്റ്റേറ്റസ്, പുതിയ ഐഡന്റിറ്റി, തനിമ, അത് ഒരു കാലത്തും മറക്കാൻ പാടില്ല. ഒരു കാലത്തും മറക്കാൻ പാടില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുൻപുള്ള അധ്യായത്തിലും ഈ അധ്യായത്തിലും ഇക്കാര്യം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് ദൈവവചനം ഓർപ്പിക്കുന്നത്, നമ്മൾ ദൈവഹിതത്താൽ അവകാശികളാകുന്നു. ഓൾറെഡി അവകാശികളായതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഇനി ഒരു സംശയം പാടില്ല. ഈ സ്ലേവ് ടീച്ചേഴ്സ്, അടിമകൾ മക്കളെ പഠിപ്പിച്ച് റിപ്പീറ്റഡ് ആയിട്ട് അവരെ ടെസ്റ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ, ഫൈനൽ ടെസ്റ്റ് അല്ലെ ടെസ്റ്റുകൾ കഴിയുമ്പോൾ അവർ പക്വത പ്രാപിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ, അന്നത്തെ യഹൂദന്മാരുടെ വീട്ടിലൊരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ കൂടെയാണ് ഇവൻ പക്വത പ്രാപിച്ചിരിക്കുന്നു എന്ന് ഡിക്ലെയർ ചെയ്യുന്ന. അങ്ങനെ ഡിക്ലെയർ ചെയ്താൽ ഉടൻ തന്നെ അവൻ യജമാനന്റെ അതേ അതോറിറ്റി ആകുകയാണ്. അന്ന് വരെ അവന്റെ മേളിലുണ്ടായിരുന്ന ആ അടിമ ഇന്ന് അവന്റെ അടിമയായി മാറുകയാണ്. ഇത് വേദോസ്തവത്തിൽ പലയിടത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരിടത്ത് നാം ഇത് കാണുന്നുണ്ട്. ദാനിയേലിന്റെ ഗ്രന്ഥത്തിൽ ട്രെയിനിങ് കൊടുക്കാൻ പറഞ്ഞു. യഹൂദന്മാരുടെ ഇടയ്ക്കൊന്ന് തെരഞ്ഞെടുത്ത ഏറ്റവും സ്മാർട്ട്, ഏറ്റവും ഗുഡ് ലുക്കിംഗ്, ബുദ്ധിയുള്ള, അതുപോലെ ഭരിക്കാൻ കഴിവുള്ള ആളുകൾക്ക് മെഡോപാർഷ്യൻസിന്റെ സിസ്റ്റമിനനുസരിച്ച് ട്രെയിനിങ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് രാജാവ് അവരുമായിട്ട് സംസാരിച്ചു എന്നാണ് ദൈവവചനം പറയുന്നത്. എന്താ സംസാരിച്ചേ? ഹായ് ഹലോ, നിങ്ങൾ ഇവിടുന്ന് വന്ന? നോ. ഈ രാജഭരണത്തെ കുറിച്ച് നമ്മൾ അതിന്റെ ഹിസ്റ്ററി വായിക്കുമ്പോൾ വ്യക്തമാകുന്നത്, ട്രെയിനിങ് കഴിഞ്ഞ് അവരെ പരിശോധിക്കുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് വന്ന് 5 മിനിറ്റ് സംസാരിച്ചു, ഫിനിഷ്ഡ് അല്ല. 5 മിനിറ്റും കൊണ്ട് ദൈവവചനം അതിന്റെ ഒരു രത്ന ചുരുക്കം പറഞ്ഞെങ്കിലും ഈ രാജാവ് അവരോട് സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രെയിൻ ചെയ്ത ആളുകളെ എല്ലാരെയും കൂടി ഇരുത്തിയിട്ട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ, വളരെ ആദ്യം സിമ്പിൾ തുടങ്ങിയിട്ട് വളരെ വിഷമമുള്ള ചോദ്യം ചോദിച്ചിട്ട് അതിൽ ഓരോരുത്തർ എങ്ങനെ അതിന് റെസ്പോൺസ് പറയുന്നു എന്ന് നോക്കി പരിശോധിച്ച്, രാജാവ് മാത്രമല്ല ആ കൊട്ടാരത്തിലുള്ള സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് എല്ലാം ഇവരെ പരിശോധിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിൽ ഓരോരുത്തർ എവിടെ എത്തി, ഏത് ലെവൽ വരെ അറ്റൈൻ ചെയ്തു എന്നുള്ളത് വ്യക്തമാകുന്നത്. അങ്ങനെയുള്ള പരിശോധനയിലാണ് ദാനിയേലും ശദ്രക്, മേശക്, അബേദ്നെഗോ പോലെ മറ്റാരും ഇല്ല എന്നുള്ളത് വ്യക്തമായത്. ഇന്ന് അങ്ങനെ ഒരു കാര്യം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കാറില്ല. എന്നാൽ പുതിയ ഗലാത്യ ലേഖനമൊക്കെ എഴുതിയ സമയത്ത് കുട്ടികൾക്ക് ഇതുപോലെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് അവർക്ക് ശരിയായ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റിൽ അവർ ഏത് ലെവൽ വരെ എത്തണം, ആ ലെവൽ വരെ എത്തിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർക്ക് അവരുടേതായ ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ കൂടെ അവർ മെച്യൂറായി എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുമായിരുന്നു. ഇന്നലെ വരെ അടിമയുടെ കൈക്കീഴിൽ നിന്ന ഈ കുട്ടി ഇന്ന് യജമാനന്റെ സ്ഥാനത്തല്ല, ആ അടിമയുടെ യജമാനന്റെ സ്ഥാനത്ത് എത്തിച്ചേരുവാണ്. ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത്, പെന്തിക്കോസ്ത് നാളിൽ
സഭായുഗം തുടങ്ങിയതോടെ നമ്മുടെ സ്റ്റേറ്റസ് അങ്ങ് മാറിയിരിക്കുകയാണ്. ഇന്നലെ വരെ അടിമകളായിരുന്ന നാം, ന്യായപ്രമാണത്തിന് കീഴിൽ വസിച്ച നാം, ഇന്ന് യജമാനന്റെ സ്ഥാനത്ത്, ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ദൈവവചനം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പുത്രൻ. നമ്മൾ പുത്രത്വം പ്രാപിച്ചു. അത് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ സ്നാനം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുക, അങ്ങനെ പുത്രന്റെ ശരീരമായിട്ട് ഏകീഭവിച്ചു. ദൈവം നമ്മളെ ദത്തെടുത്തു. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ പുത്രന്മാരായിരിക്കുകയാണ്. അങ്ങനെ പുത്രന്മാരായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രക്ഷ സംശയിക്കേണ്ട ആവശ്യമില്ലെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഗലാത്യരുടെ ഇടയ്ക്കുള്ള സംശയം അതായിരുന്നല്ലോ, രക്ഷ പൂർത്തിയായോ, രക്ഷ പൂർത്തിയായോ, ന്യായപ്രമാണം കൂടെ അനുസരിക്കണോ, പരിച്ഛേദനയിലേക്ക് തിരിച്ചു പോകണോ? ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, നിങ്ങൾ പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് പല രീതിയിലുള്ള അത്ഭുതങ്ങളിൽ കൂടെ ആ കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്തു. പുത്രത്തിന്റെ ആത്മാവ് പ്രാപിച്ചതിന്റെ കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വന്നു. ഇതെല്ലാം വന്നു കഴിഞ്ഞ് ഇനിയും അടിമത്വത്തിലോട്ട് മടങ്ങിപ്പോകരുത്. നിങ്ങൾ പുത്രന്മാർ എന്ന് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു. ഇതേ കാര്യം ദൈവവചനം വേറെ പലയിടത്ത് ഓർപ്പിക്കുന്നുണ്ട്. കാരണം പുതിയ നിയമസഭയിൽ ആദ്യ വിശ്വാസികള് ഒരു നല്ല ശതമാനം യഹൂദന്മാരായിരുന്നു. 100% യഹൂദന്മാരല്ലായിരുന്നു, എന്നാലും ഡോമിനേറ്റ് ചെയ്ത സംഖ്യ യഹൂദന്മാരുടേതായിരുന്നു. ഇവരെല്ലാം ന്യായപ്രമാണത്തിൽ നിന്ന് കൃപായുഗത്തിലോട്ട് വന്നവരാണ്. ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിച്ചു കഴിഞ്ഞ് കൃപയുടെ സന്ദേശം പ്രാപിച്ച് കൃപയുടെ ആ മെസ്സേജിന്റെ അണ്ടറിൽ ജീവിക്കുന്ന. അതുകൊണ്ട് ഈ വിഷയം ഏതാ? നിങ്ങൾ മക്കളാണ്, പുത്രത്വത്തിന്റെ ആത്മാവ് ലഭിച്ചവരാണ്. അതുകൊണ്ട് ഇനിയും ആ അടിമയുടെ കീഴിലല്ല എന്നുള്ളത് ആവർത്തിച്ചോർപ്പിച്ചിട്ടുണ്ട്. റോമാലേഖന 8-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം നമുക്ക് ഒന്ന് വായിക്കാം. റോമർ 8-ന്റെ 15-ഉം 16-ഉം. നിങ്ങൾ പിന്നെയും ഭയപ്പെടുവാൻ തക്ക അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല. എന്തു ഭയം? ഒരു കുട്ടി ആ വീടിന്റെ യജമാനനായി തീരുവാൻ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും ഈ അവരെ പഠിപ്പിക്കുന്ന അടിമകളുടെ കൈക്കീഴിൽ പഠിക്കുന്ന സമയത്ത് ആ അടിമയെ ഭയപ്പെട്ടേ പറ്റുമായിരുന്നു. നമുക്ക് തന്നെ അറിയാം, കേരളത്തിലെ ഉണ്ടായിരുന്ന, ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്ന ഗുരുകുലത്തിൽ എത്രയും വലിയ ഫാമിലിയിൽ നിന്നുള്ള കുട്ടിയാണെങ്കിലും ഗുരുവിന് ആ കുട്ടിയെ അടിക്കാനും ഉപദ്രവിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പുതിയ നിയമകാലത്തും ഇതുപോലെ തന്നെ ഈ അടിമകൾ കുട്ടികളെ പഠിപ്പിച്ച സമയത്ത് വേണ്ടി വന്ന ശിക്ഷ, മർദ്ദനം എല്ലാം കുട്ടിയെ ഏൽപ്പിക്കുമായിരുന്നു. കുട്ടി പഠിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടുവാൻ തക്ക അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല. അവർ ട്രെയിനിങ്ങിന്റെ സമയത്ത് അടിമകളുടെ അടിമയായിരുന്നു. അതുകൊണ്ട് അവർ ഭയത്തോടെ ജീവിക്കണമായിരുന്നു. ആ പീരീഡ് കഴിഞ്ഞു. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ആ പീരീഡ്, അടിമത്വത്തിന്റെ പീരീഡ് കഴിഞ്ഞു എന്നുള്ള കാര്യം ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. ഇത് നമ്മുടെയൊക്കെ വിശ്വാസികളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ആവർത്തിച്ച് നമ്മെ തന്നെ ഓർപ്പിക്കേണ്ടതാണ്. ആക്ച്വലി ഏത് വിശ്വാസ സമൂഹമാണെങ്കിലും അവിടെ വിശ്വാസികളുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് പലർക്കും വിഷമമുണ്ടാകും. വിഷമമുണ്ടാകുമ്പോൾ പല രീതിയിലുള്ള നിയമങ്ങള്, അടിമത്വം അടിച്ചേൽപ്പിച്ച് അവരെ ആത്മീകരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ 2000 വർഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, അമേരിക്കയിൽ തന്നെ അമിഷ് എന്നും പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ക്രിസ്ത്യാനികളാണ്. എന്നാൽ അവരിന്നും ആ പഴയ ജീവിത രീതിയാണ്. അവിടെ ഇവിടെ ഒരു ചില എക്സെപ്ഷൻസ് അല്ലാതെ
ഇന്നും അവർ കുതിരവണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ടെലിഫോൺസ് അങ്ങനെ ഉപയോഗിക്കാറില്ല, മൊബൈൽസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. ജർമ്മനിയിൽ നിന്ന് ഓടി അമേരിക്കയിൽ വന്ന് സെറ്റിലായ ഒരു ഗ്രൂപ്പാണ്. 200-300 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ കൾച്ചറിൽ തന്നെ ജീവിക്കണം എന്നുള്ള നിയമങ്ങൾ അവരെ അടിച്ചേൽപ്പിച്ചിരിക്കുക. കാരണം അങ്ങനെ ജീവിച്ചെങ്കിലേ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ ആത്മീകരായിട്ട് നിൽക്കത്തുള്ളൂ എന്ന് ലീഡർഷിപ്പിൻ്റെ ഒരു ഭയമാണ്. അതിൻ്റെ കാരണം കൊണ്ട് ആ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതൊന്ന് പഠിക്കുന്നത് അത് വളരെ രസകരമാണ്. ഇതുപോലെ തന്നെ വിശ്വാസികളുടെ എല്ലാ സമൂഹങ്ങളിൽ വിശ്വാസികളുടെ ജീവിതം കാണുമ്പോൾ അത് പോരാ, ഇതിനേക്കാൾ കൂടുതൽ വേർപാട് വേണം, ഇതിനേക്കാൾ കൂടുതൽ സമർപ്പണം വേണം, ഇന്നത് പാടില്ല, ഇന്നത് പാടില്ല, ഇന്നത് പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിച്ചതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മിൽ ഓരോ വ്യക്തിയും നമ്മുടെ സഭകളിൽ വിശ്വാസികൾ ഇതിനേക്കാൾ അധികം സമർപ്പണത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ അങ്ങനെ സമർപ്പണം വിശ്വാസികളുടെ മധ്യേ കൊണ്ടുവരുവാൻ വേണ്ടി നാം മനുഷ്യനിർമ്മിത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കരുത്, ആരോപിക്കരുത്. കാരണം നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ആ ദൈവമക്കളുടെ മേളിൽ മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അത് അവരെ ഒരു രീതിയിലുള്ള ന്യായപ്രമാണത്തിന് കീഴിൽ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത് ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. എക്സ്ക്ലൂസീവ് ബ്രദറൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി, ഈവൻ തിരുവത്താഴം അത് പൂർണ്ണമായിട്ടും സഭയുടെ അതോറിറ്റിയുടെ കീഴിലാണെന്ന് അവർ പഠിപ്പിക്കുന്നത്. ആൻഡ് കുടുംബങ്ങളെ എത്രയോ 10,000-കണക്കിന് കുടുംബങ്ങൾ അവരുടെ കാരണം കൊണ്ട് നശിച്ചുപോയി. ഇത് തന്നെ മനുഷ്യരെ ആത്മീകരാക്കാൻ വേണ്ടി മനുഷ്യനിർമ്മിത നിയമങ്ങൾ. നമ്മുടെ മധ്യേ ഇങ്ങനെയുള്ള പല പ്രവണതകളുണ്ട്. അത് ദൈവജനം മനസ്സിലാക്കി അങ്ങനെയുള്ള പ്രവണതകളെ സപ്പോർട്ട് ചെയ്യരുത്, അതിൽ നിന്ന് മാറി നിൽക്കണം എന്നോർപ്പിക്കുന്നു. യോഹന്നാൻ 1:12 ഞാൻ ഇതിന് മുൻപ് പറഞ്ഞു. എഫേസ്യർ 1:5 ഇതിന് മുൻപ് പറഞ്ഞു. 1 യോഹന്നാൻ 3:1 ഓർപ്പിക്കുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, നാം അങ്ങനെ തന്നെ ആകുന്നു. ലോകം അവനെ അറിയായികയാൽ നമ്മെ അറിയുന്നില്ല. നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച് പറയുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ദൈവമക്കളാണ് എന്ന് ദൈവവചനം പറയുമ്പോൾ നാം ദൈവമക്കളാണ് ആയതുകൊണ്ട് നാം അനുസരണക്കേട് കാണിച്ചാൽ അത് പിതാവ് കൈകാര്യം ചെയ്തോളും. ഓഫ് കോഴ്സ് ഞാൻ മൂപ്പന്മാര് സഭ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ചല്ല, അത് അതിൽ തന്നെ വേറെ ഒരു വിഷയം. വിശ്വാസികൾ മറ്റു വിശ്വാസികളുടെ ജീവിതത്തിലുള്ള ലംഘനങ്ങളെ കാണുമ്പോൾ ഇന്നതൂടെ വേണം എന്ന് സഭയിൽ ബൈ ഫോഴ്സ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അത് ശരിയല്ല എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ഗലാത്യരുടെ ആ പ്രശ്നം അത് ഗലാത്യയിൽ മാത്രമല്ല, അത് നമ്മുടെ എല്ലാ ഹൃദയത്തിലുള്ള ഒരു പ്രശ്നമാണ്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന് ദൈവാത്മാവ് പറയുമ്പോൾ നമ്മുടെ ഫിലോസഫി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അടിമത്വം ഉണ്ടെങ്കിലേ ദൈവജനം ദൈവഭയവും ഭക്തിയോടെ ജീവിക്കത്തുള്ളൂ. നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലുള്ള ഒരു കാര്യം. ആൻസർ ഈസ് നോ. നാം മനുഷ്യർക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുവാൻ പാടില്ല. നമ്മൾ അതിൽ അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇത് മൂപ്പന്മാര് സഭ ഭരിക്കുന്നതിനെ കുറിച്ചോ പേരൻസ് മക്കളെ ഭരിക്കുന്നതിനെ കുറിച്ചോ അല്ല ഞാൻ ഈ പറയുന്നത്. അത് അതിൽ തന്നെ ഇതൊക്കെ വേറെ ഒരു കാറ്റഗറിയാണ്. വിശ്വാസികൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മേമീശ വെച്ചാൽ തിരുവത്താഴം കൊടുക്കാത്ത ചില സഭകളുണ്ട്. അത് ആരെങ്കിലും മേമീശ വെച്ചോണ്ട് ആ സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സഭയിലെ
കൊച്ചു പിള്ളേര് തൊട്ടാണ്, കൊച്ചു പിള്ളേരെ, പെണ്ണുങ്ങളെ, ഇവരാണ് ആദ്യ വിമർശനം തുടങ്ങുന്നത്. മൂപ്പന്മാരുടെ കണ്ണിൽ അതിൽ പെട്ടില്ലെങ്കിൽ ഇവരാരെങ്കിലും എങ്ങനെങ്കിലും മൂപ്പന്മാരുടെ കണ്ണിൽ അത് പെടുത്തും. മനുഷ്യ നിർമ്മിത നിയമങ്ങൾ. ദൈവവചനം ഓർപ്പിക്കുന്നത് നമ്മൾ ദൈവമക്കളാണ്. അതുകൊണ്ട് നമ്മൾ അടിമത്വത്തിന്റെ ആത്മാവിലേക്ക് മടങ്ങിപ്പോകാൻ പാടില്ല. 1 തൊട്ട് 7 വാക്യങ്ങളിൽ നാം പഠിച്ചത്, നമ്മൾ അടിമത്വത്തിൽ നിന്ന് മക്കളുടെ സ്റ്റേറ്റസിലോട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ മക്കളുടെ സ്ഥാനം നമുക്ക് ലഭിച്ചതുകൊണ്ട് നമ്മുടെ സ്വഭാവം മക്കളുടെ സ്വഭാവമായിരിക്കണം, അടിമകളുടെ സ്വഭാവം അല്ല എന്ന ഗലാത്യ വിശ്വാസികൾ പരിച്ഛേദനയ്ക്ക് പുറകെ പോകുമ്പോൾ അവർ അടിമത്വത്തിന്റെ ആത്മാവിനെയാണ് അവരുടെ ജീവിതത്തിൽ കാണിക്കുന്നത്. അങ്ങനെ പോയാൽ, ഇതൊക്കെ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള വിഷയമാണെന്ന ദൈവാത്മാവ് ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആവർത്തനം വളരെയധികം ഉണ്ടെന്ന് ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചല്ലോ. ദൈവാത്മാവ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം 8 തൊട്ട് 11 ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ സെക്ഷനാണ് വാക്യം 8 തൊട്ട് 11. വാക്യം 8 തൊട്ട് 11 നാം കാണുന്നത്, അടിമത്വത്തിലേക്ക് തിരിഞ്ഞു മടങ്ങിപ്പോയാൽ അതിൻ്റെ ആപത്ത്, അതിൻ്റെ കാരണം കൊണ്ടുള്ള ആപത്ത് എന്തൊക്കെ നമുക്ക് തന്നെ അറിയാം. ഒരു വ്യക്തി, ഒരു ആക്സിഡന്റ് ഉണ്ടായി, മഴ സമയമായിരുന്നു, റോഡ് നിറച്ച് ചള്ളയാണ്, ഇരുചക്രവാഹനത്തിൽ നിന്ന് തെന്നി താൻ റോഡിന്റെ സൈഡിലുള്ള സീവേജ് ഒഴുകുന്ന ഒരു ഓടയ്ക്കകത്തോട്ടാണ് വീണത്. ആ ഓടയിൽ നിന്ന് തന്നെ എടുത്ത് കൊണ്ടുവന്ന് ടോപ്പ് ടു ബോട്ടം കുളിപ്പിച്ച് മുറിവുകളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ആ വ്യക്തി പിന്നെയും ആ സീവേജിലോട്ട് തിരിച്ചു പോയാൽ, സീവേജിലേക്ക് പോകണ്ട, വൃത്തിയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കെല്ലാം അറിയാം. ആൻഡ് കോവിഡ് വന്നതോടെ ശുചിത്വം അത് എന്ത് പ്രാധാന്യം അർഹിക്കുന്നെന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെയാണ് ആത്മീക ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം അത് മനസ്സിലാക്കാതെ, സ്വാതന്ത്ര്യത്തിന്റെ കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്റ്റേറ്റസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, സ്ഥാനത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മുടെ തനിമ, ഐഡന്റിറ്റിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഇവ മനസ്സിലായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഡേഞ്ചേഴ്സ് എന്ത് എന്നുള്ളതാണ് 8 തൊട്ട് 11 വാക്യങ്ങളിൽ നാം കാണുന്നത്. നാം നമ്മുടെ സ്റ്റേറ്റസ് ഒരിക്കലും മറക്കാൻ പാടില്ല. 8 തൊട്ട് 11 നമുക്ക് 8-ാം വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. യഹൂദന്മാരോ അവർ ദൈവം അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നോ? ആൻസർ ഈസ് യെസ്. ശമൂവേൽ, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ഓരോരുത്തൻ താൻ ബോധിച്ചതുപോലെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ന്യായാധിപന്മാര്, ശമൂവേലിന്റെ ഗ്രന്ഥം, ശമൂവേലിന്റെ ഏലിയുടെ മക്കളുടെ കാര്യം, പേരൻസ് ഒന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യം, അത് കഴിഞ്ഞ് രാജാക്കന്മാരുടെ ഗ്രന്ഥം, ദിനവൃത്താന്തം വായിച്ചാൽ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് വളരെ വ്യക്തമാകും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫാമിലി പ്രേയറിൽ ഇപ്പം നെഹമ്യാവാണ് വായിക്കുന്നത്. നെഹമ്യാവ് വായിച്ച് ഇതിനു മുൻപ് ഒരിക്കലും എൻ്റെ ഫേവറേറ്റ് ഗ്രന്ഥമാണ് എസ്രാ ആൻഡ് നെഹമ്യാവ്. എന്നിട്ട് പോലും ഇതിനു മുൻപ് ഞാൻ ശ്രദ്ധിക്കാഞ്ഞ ഒരു പോർഷനാണ്, പ്രഭുക്കന്മാര്
കോമൺ ആളുകളുടെ മേളിൽ കർത്തൃത്വം നടത്തുമായിരുന്നു. അവരുടെ ഭാര്യമാരും അത് ചെയ്യുമായിരുന്നു. അപ്പോൾ ആക്ച്വലി കർത്തൃത്വത്തിന്റെ ഉള്ള ഒരു അതോറിറ്റി സ്ത്രീകൾക്ക് ദൈവം നൽകിയില്ല. പഴയ നിയമത്തിലും തന്നിട്ടില്ല, സഭായുഗത്തിലും തന്നിട്ടില്ല. എന്നാൽ പുരുഷന്മാർ അവരുടെ റോൾ മറന്നു പോകുമ്പോൾ സ്ത്രീകളും അവരുടെ റോൾ മറക്കും. പഴയ നിയമം നമ്മളെ എവിടെ വായിച്ചു കഴിഞ്ഞാലും നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത് നമ്മുടെ സ്റ്റേറ്റസ് മറന്നു കഴിഞ്ഞാൽ നാം പാടില്ലാത്തതേ ചെയ്യത്തുള്ളൂ. അതാണ് അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ദൈവജനത്തിന് പാടില്ലാത്ത ബിഹേവിയറാണ്. സ്ത്രീകൾ ദൈവജനത്തിന്റെ മേളിൽ കർത്തൃത്വം നടത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. പുരുഷന്മാർ അവർ മറ്റുള്ളവരെ ഒപ്രസ് ചെയ്യുക പാടില്ലാത്ത കാര്യമാണ്. പുരോഹിതന്മാർ ദൈവജനത്തെ ചൂഷണം ചെയ്യുക പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇവരെല്ലാം പഴയ നിയമകാലത്ത് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടാണ് ജീവിച്ചത്. സൻബല്ലത്തും തോബിയാവും ഇത്രയധികം അങ്ങ് ധൈര്യപ്പെട്ടത് എന്താണ്? പുരോഹിത വർഗം, അതുപോലെ ആ യഹൂദന്മാരെ ഭരിക്കുന്ന ആളുകൾ, അവരും സൻബല്ലത്തും തോബിയാവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുടുംബങ്ങളിൽ വിവാഹ ബന്ധങ്ങൾ നടന്നിരുന്നു. ആൻഡ് ദേവാലയത്തിലുള്ള വലിയ സ്റ്റോർ റൂംസ് ഒക്കെ ഇവരിൽ ചിലർക്ക് ഗോഡൌൺ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. ഇവരതിൻ്റെ ആ പ്രാകാരത്തിൽ പോലും കയറാൻ അവകാശം ഇല്ലാത്തവരാണ്. പ്രാകാരം പോട്ട് അവർക്ക് മെയിൻ ബിൽഡിങ്ങിൽ ഗോഡൌൺസ് വരെ കൊടുത്തിരുന്നു. നാം ദൈവത്തെ മറന്ന് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കും എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഗലാത്യ വിശ്വാസികളോട് ഇത് പറയേണ്ട ആവശ്യം എന്താ? പറയേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ദൈവജനം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ വാസം പ്രാപിച്ച് പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ച് ഇവയെല്ലാം പല രീതിയിലുള്ള അത്ഭുതങ്ങളിൽ കൂടെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് മടങ്ങി ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ പോകുവാണെങ്കിൽ, പരിച്ഛേദന ഏൽക്കുവാണെങ്കിൽ ക്രമാനുഗതമായിട്ട് അവരുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന മാറ്റങ്ങളിൽ ഒരു മാറ്റമാണ് ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കും. അതാണ് യഹൂദന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. യെരിഹോ അതിന്റെ മതിലുകൾ ഇടിഞ്ഞു വീണത് കണ്ട് മനസ്സിലാക്കിയ യഹൂദന്മാർ, അവരുടെ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഒരു ലെസൺ ആയിരുന്നു യെരിഹോവിൽ നടന്നത്. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയവർ അതുപോലെ തന്നെ യോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടാക്കിയ ആ യാഗപീഠം ദൈവം എങ്ങനെ യോർദാന്റെ വെള്ളത്തെ ഡിവൈഡ് ചെയ്തെന്നുള്ള ഹിസ്റ്ററി ഉള്ളവർ, യോർദാനിനെ എങ്ങനെ ദൈവം ഡിവൈഡ് ചെയ്തെന്നുള്ള ഹിസ്റ്ററി ഓർക്കുമ്പോൾ ചെങ്കടലിനെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് എന്നുള്ള ഹിസ്റ്ററി ഓർക്കും. ഇപ്പൊ ചെങ്കടലിന്റെ സംഭവം, യോർദാനിലെ സംഭവം, യെരിഹോയിലെ സംഭവം, ഇതെല്ലാം അറിയാവുന്ന ആളുകൾ അന്യദൈവങ്ങൾക്ക് ഗ്രാജ്വലി പാടില്ലാത്തത് ചെയ്ത് അന്യദൈവങ്ങൾക്ക് അധീനരായി തീർന്നു. ദേവാലയത്തിൽ തന്നെ വിഗ്രഹങ്ങളെ കൊണ്ടുപോയി അവർ സ്ഥാപിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. പല രാജാക്കന്മാർ വലിയ നവീകരണം നടത്തിയെങ്കിലും അവരെക്കുറിച്ച് ദൈവം പറയുന്ന അശേര പ്രതിഷ്ഠകളെ അവർ മാറ്റിയില്ല. അപ്പോൾ അത് ഏത് രീതിയിലുള്ള നവീകരണമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ദൈവജനം മനസ്സിലാക്കേണ്ടത്, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇന്ന് നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലോട്ട് മടങ്ങി പോകുവാണെങ്കിൽ ഒടുവിൽ നിങ്ങൾ കൃപയും ന്യായപ്രമാണവും രണ്ടും തമ്മിൽ കൺഫ്യൂസായി
ഫൈനലി അന്യദൈവങ്ങൾക്ക് കീഴിൽ എത്തിച്ചേരും. ഗലാത്യരില് ധാരാളം വിജാതിയരുണ്ടായിരുന്നു. കുറച്ച് യഹൂദന്മാരുണ്ടായിരുന്നു, എന്നാൽ ധാരാളം വിജാതിയരും ഉണ്ടായിരുന്നു. യഹൂദന്മാരുമായിട്ട് നല്ല ഫെലോഷിപ്പ് ആയിരുന്നുകൊണ്ട് ഈ വിജാതിയർക്കൊക്കെ യഹൂദന്മാരെ കുറിച്ച് ന്യായപ്രമാണത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അങ്ങനെയുള്ളവർ ന്യായപ്രമാണത്തിന് കീഴിൽ പോയി കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പം ന്യായപ്രമാണവുമില്ല, കൃപയില്ലാതെയായി മാറും. ആൻഡ് ഫൈനലി അവർ എന്ത് ചെയ്യും? ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കും. ദൈവജനം അവരുടെ പുതിയ സ്ഥാനവും പുതിയ തനിമയും മറക്കാൻ പാടില്ല. നമ്മുടെ സഭകളിലൊക്കെ എന്തു പ്രശ്നമുണ്ടായാലും മനസാ വാച്യ കർമ്മണ നാം നമ്മുടെ സ്ഥാനം മറക്കാൻ പാടില്ല, നമ്മുടെ തനിമ മറക്കാൻ പാടില്ല. ആവശ്യമില്ലാത്തിടത്ത് വാ വിളിച്ച് മിണ്ടാൻ പാടില്ല. ദൈവജനം പ്രത്യേകം ഓർക്കണം. നമ്മൾ അന്യദേവന്മാരുടെ കീഴിൽ പോകുന്ന രീതിയിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ കാണുന്നത്. 1 തെസ്സലോനിക്കർ 1:9 പറയുന്നത്, 1 തെസ്സലോനിക്കർ 1:9, നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾക്ക് എങ്ങനെയുള്ള പ്രവേശനം ഉണ്ടായി എന്നും ജീവനുള്ളതും സത്യവുമായ ദൈവത്തെ സേവിപ്പാനും. അപ്പൊ സത്യമായ ദൈവത്തെയാണ് ഇന്ന് നമ്മൾ സേവിക്കുന്നത്. കൃപായുഗമാണ്. അടിമത്വത്തിലേക്ക് മടങ്ങിപ്പോകരുത്. എഫേസ്യ ലേഖനം 2:12, എഫേസ്യർ 2:12, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോടെ ബന്ധമില്ലാത്തവരും, വിജാതി വിശ്വാസികളോടെ ഇത് എഴുതുന്നത്, ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നെന്ന് ഓർത്തുകൊള്ളുവീൻ. അങ്ങനെയുള്ളവർ കൃപയുടെ സന്ദേശം കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ന്യായപ്രമാണത്തിലേക്ക്, പ്രത്യേകിച്ച് പരിച്ഛേദനയിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ദൈവമല്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കും. ദൈവജനം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്ന്, നമ്മുടെ ഐഡന്റിറ്റി മറന്നാൽ നാം ഇല്ലാതാകും. ഞാൻ BSc പഠിച്ചുകൊണ്ടിരുന്നപ്പം ഫസ്റ്റ് ഇയറിൽ ചെന്നപ്പോൾ അന്നൊരു പ്രിൻസിപ്പാളുണ്ട്. സാർ ഉറക്ക വർത്താനം പോലും പറയത്തില്ലായിരുന്നു. പറയുന്നത് കേൾക്കാൻ എന്തൊരു വിഷമമായിരുന്നു. എന്നാൽ ആ പ്രിൻസിപ്പാള് ഇതിലെങ്കിൽ നടന്നു വരുന്നത് കാണുമ്പോഴത്തേക്ക് കോളേജിലുള്ള ഏറ്റവും വലിയ ചട്ടമ്പികൾ പോലും ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് മാറിക്കളയുമായിരുന്നു. 3rd ഇയറിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു പുതിയ പ്രിൻസിപ്പാൾ വന്നു. പുള്ളി കോളേജിൽ കൂടെ സിഗരറ്റൊക്കെ വലിച്ചായിരുന്നു നടക്കുന്നത്. ആവശ്യമില്ലാത്ത വർത്താനം, ഒട്ടച്ചൊല്ല്, കളിവാക്ക് എന്ന് പറയുന്ന രീതിയിൽ 6 മാസം പോലും ആകുന്നതിന് മുൻപ് ആ കോളേജിലെ ചട്ടമ്പിളൊന്നല്ല, ആവറേജ് പിള്ളേരെ പിടിച്ച് തല്ലി തല പൊട്ടി ആശുപത്രിയിൽ പോയി. രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടുപേരും പ്രിൻസിപ്പാൾ ആയിരുന്നല്ലോ. ഒരാള് തൻ്റെ തനിമ മറന്നില്ല, സ്ഥാനവും മറന്നില്ല, തനിമയും മറന്നില്ല. അതുകൊണ്ട് ഉറക്കെ സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം സാറിനെ കാണുമ്പോഴത്തേക്ക് സ്ഥലം വിടുമായിരുന്നു. മറ്റേ ആള് സ്ഥാനവും മറന്നു, തനിമയും മറന്നു. അതുകൊണ്ട് കുട്ടികൾ അവരുടെ മധ്യയുള്ള വേറെ ഒരു കുട്ടി പോലെ അവർ തമ്മിൽ അടിപിടി ഉണ്ടാകാറുണ്ട്. ഈ പ്രിൻസിപ്പാളിനോട് അടിപിടി ഉണ്ടായി, കല്ല് എടുത്തിട്ട് തലയങ്ങി ചതച്ചു. ദൈവമക്കൾ അവരുടെ സ്ഥാനവും മറക്കല്ലേ, തനിമയും മറക്കല്ലേ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവജനത്തോട് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, ഇത് വിട്ടുപോയാൽ നിങ്ങൾ തിരിച്ച് അന്യദേവന്മാരെ ആരാധിക്കുന്നതായിരിക്കും.
പലയിടത്തും സംഭവിക്കുന്നു. അതാണ് ഞാൻ പറയാൻ വന്ന രണ്ടാമത്തെ കാര്യം. ഇന്ത്യയിലെ മിഷണറിമാർ വന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുവാൻ വേണ്ടി ചുമ്മാതെ ആളുകളെ കൺവേർട്ട് ചെയ്തു. രക്ഷയുടെ സന്ദേശം പോലും പറഞ്ഞില്ല. വടക്കേ ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒത്തിരി കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഒരു മിഷണറി ഒരു കമ്മ്യൂണിറ്റിയിലൂടെ എത്തി, ഒരു ജഗ്ഗിൽ കുറച്ച് വീഞ്ഞു കൊണ്ടുവന്നു, അത് കുറച്ചായിട്ട് ഓരോ കുടുംബത്തിൽ കൊടുത്തയച്ചു. കുടിച്ചവരോട് പറഞ്ഞു, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിങ്ങളെല്ലാം ക്രിസ്ത്യാനികളാണ്. അവർ ക്രിസ്ത്യാനികളും അല്ലാതായി, ഹിന്ദുസും അല്ലാതായി മാറി. ഇന്ന് വടക്കേ ഇന്ത്യയിൽ അങ്ങനെയുള്ള ആയിരക്കണക്കിന് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല് അതത് പട്ടണത്തിലെ ചട്ടമ്പികള്, ചാരായം മാറ്റുന്നവര്, അതല്ലാതെ എല്ലാ രീതിയിലുമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കമ്മ്യൂണിറ്റീസായി മാറിയിരിക്കുകയാണ്. വൈകിട്ട് ഒരു 5 മണി കഴിഞ്ഞാൽ ആ കോളനി കൂടെ ആരും കടന്നു പോലും പോകത്തില്ല. പകലാണെങ്കിൽ പോലും ഒക്കുവാണെങ്കിൽ ആ ഏരിയ അവോയ്ഡ് ചെയ്ത് വേറെ ഏതെങ്കിലും നീണ്ട വഴി ഉണ്ടെങ്കിൽ അതിൽ കൂടെ കടന്നു. കാരണം എന്ത്? ഇവർ രക്ഷിക്കപ്പെട്ടവരല്ല. എന്നാൽ അതേ സമയത്ത് അവരുടെ പഴയ മതം ഇല്ലതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഇന്ന് സേവിക്കുന്നത് അന്യദേവന്മാരെയാണ്. അവരുടെ ദേവന്മാരെ സേവിക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ചില നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും ഉണ്ട്. അതില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ സേവിക്കുവാണെങ്കിൽ അവിടെ പെരുമാറ്റച്ചട്ടമുണ്ട്. അതുമില്ല. ഏറ്റവും വടക്കേ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഏറ്റവും അധമന്മാരാണ് ഇവര്. ആയിരക്കണക്കിന് ഇങ്ങനെയുള്ള കോളനീസ് ഉണ്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സത്യദൈവത്തിന് പകരം പാടില്ലാത്ത ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ നാം അന്യദൈവങ്ങളെ സെർവ് ചെയ്യും. ആൻഡ് ഫൈനലി ഇങ്ങനെയാകും. ദൈവജനം വേർപാട് സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഇപ്പൊ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുവാൻ വേണ്ടി കേരളത്തിലും കേരളത്തിന്റെ പുറത്ത് രക്ഷിക്കപ്പെടാത്ത ആളുകളെ നമ്മൾ ക്രിസ്ത്യാനികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലുള്ള പല ബൈബിൾ സ്കൂൾസ് ഹിന്ദുസിനെ ഇറക്കുമതി ചെയ്ത് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ബൈബിൾ സ്കൂളിൽ വന്നു കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് 5, 8, 10 ആളുകളെ സ്നാനപ്പെടുത്തുന്നുണ്ട്. പുറത്താരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇവരെല്ലാം ഇവിടുന്ന് പഠിച്ചു പോയി കഴിഞ്ഞ് വടക്കേ ഇന്ത്യയിൽ പോയി അവരുടെ ചട്ടമ്പി കിങ്ഡംസ് സ്ഥാപിക്കുകയാണ്. എൻ്റെ റൂട്ട്സ് വടക്കേ ഇന്ത്യയിലായതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം അറിയുന്നത്. നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. വേർപാട് സമൂഹത്തിൽ അങ്ങനെയുള്ളവരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രദേഴ്സ്, പാടില്ലാത്തത് ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ അന്യദൈവങ്ങളുടെ ആരാധന വർദ്ധിക്കും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ സീരിയസ് ആയിരിക്കും. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം നമ്മിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.